ഇതൊന്നും കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം UDF-ന്റെ രാഷ്ട്രീയമാണ്. രേവതി ബാബു, അങ്ങനെ ഒരു ഗൂഢ താല്പര്യം നിങ്ങൾക്കുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന, കോൺഗ്രസിലെ പല നേതാക്കളുടെയും പേരിൽ ഡിസ്റ്റിലുകൾ പ്രവർത്തിക്കുന്ന കർണാടകയിൽ നിന്ന് അസംസ്കൃത വസ്തു കൊണ്ടുവന്ന് കേരളത്തിൽ മദ്യം ഉണ്ടാക്കണം എന്നൊരു ഗൂഢ താല്പര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല ഇല്ല. കാരണം നമുക്കിവിടെ മദ്യ ഫാക്ടറിയേ വേണ്ട. പിന്നെ എങ്ങനെയാണ് കർണാടകയിൽ നിന്നുള്ള മദ്യം കൊണ്ടുവരുന്നത്? തടയാനായിട്ടാണ് ഇത്തരം ഒരു ശ്രമം എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അരുൾകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെ, അരുൾകുമാർ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കലക്ടർ അടങ്ങുന്ന കേരളത്തിൽ ഇപ്പോൾ സ്വന്തമായിട്ട് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ആ അസംസ്കൃത വസ്തു നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവരണ്ടേ? അപ്പൊ കേരളത്തിൽ മദ്യ ഫാക്ടറി ഇല്ലെങ്കിൽ കർണാടകക്കാർക്കല്ലേ ലാഭം? നോക്കൂ, മദ്യമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ലേ? ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, നമ്മുടെ പഞ്ചായത്ത് കാർഷിക മേഖലയാണെന്ന് ഞാൻ സൈഡിൽ ക്യൂ നിന്ന് ബുദ്ധിമുട്ടാതെ ഏറ്റവും അന്തസ്സായിട്ടുള്ള മദ്യം അവർക്ക് കിട്ടാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കേരള ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഒരു നയത്തിന്റെ ഭാഗമായി മദ്യ നയം തുടരുമ്പോൾ ആ നയത്തിനനുസരിച്ചല്ലേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ. കർണാടകത്തിലാകാം, തമിഴ്നാട്ടിലാകാം, മറ്റെല്ലാ സംസ്ഥാനത്തിലാകാം. പറയുന്നതിന്റെ പിന്നിലുള്ള അന്തസ്സായ മദ്യം സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഈ മലിനജലം റീസൈക്ലിംഗ് നടത്തി വീണ്ടും മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളത്തോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ട്. മലിനീകരണം, സീറോ വേസ്റ്റ് എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഒപ്പം ദുർഗന്ധമുണ്ടാവും. കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് കളറിലാണോ ഈ മദ്യങ്ങളെല്ലാം? അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ നിന്നും മറ്റ് സാമഗ്രികളിൽ നിന്നുമാണോ ഈ കളേഴ്സ് ആഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാലോ, കിട്ടുന്ന വിവരം നിങ്ങൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. ഇതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്കൂ, അവിടെ തൽക്കാലം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 9-10 വാർഡുകളിൽ ഉൾപ്പെട്ട ചിറ്റൂർ ഷുഗേഴ്സ് എന്നുള്ളൊരു സ്ഥാപനമുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ പണ്ട് കർഷകരിൽ നിന്നും, കരിമ്പ് കർഷകരാണ് ആ പ്രദേശം മൊത്തം, ആ കരിമ്പ് കർഷകരിൽ നിന്നും റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കരിമ്പാണ്, അവിടെ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചിരുന്നു. ആ പഞ്ചസാര ഉത്പാദിപ്പിച്ച ശേഷം ആ കരിമ്പിൻ ചണ്ടിയിൽ നിന്നും ചാരായം ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഈ ചാരായം ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള വേസ്റ്റ് അവിടെ കെട്ടിക്കിടന്നും കൊണ്ട് മൊളാസിസ് എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള സ്മെല്ലോട് കൂടിയിട്ടുള്ള, വൃത്തികെട്ട സ്മെല്ലോട് കൂടിയിട്ടുള്ള, കിലോമീറ്ററുകൾ ദൂരത്ത് ഈ മൊളാസിസിന്റെ സ്മെല്ല് വരുമായിരുന്നു. ആ പ്രദേശം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അനുഭവിച്ച ആൾക്കാരാണ് അവിടെയുള്ളത്. തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങളിൽ ഒരു മിനിറ്റ് ഈ മൊളാസിസ് പുഴകളിലേക്ക് തുറന്നു വിട്ട് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ അനുഭവം ഞങ്ങൾക്കുണ്ട്. അപ്പോ ഈ മൊളാസിസ് കാരണം ആ പ്രദേശത്ത് ഒരു കിണറിൽ പോലും ശുദ്ധജലമില്ല. വിശ്വസിക്കാനും കഴിയില്ല. ഈ കമ്പനി പഞ്ചാബിൽ കമ്പനി നിർത്തിപ്പോയിട്ട് പോലും കറുത്ത കളറിലുള്ള വെള്ളമാണ് അവിടെ ബോർവെല്ലിലും കിണറിലും ലഭ്യമാകുന്നത്. നോക്കൂ, ഞങ്ങളുടെ പഞ്ചായത്ത് ധാരാളം മാരക രോഗികളുള്ള ഒരു പഞ്ചായത്താണ്. ചർച്ച അവസാനിക്കുമ്പോ ജലചൂഷണം ഇല്ലെങ്കിൽ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ജലചൂഷണം ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ എനിക്ക് 1 മിനിറ്റ് സമയം തരണം. പറഞ്ഞോളൂ, അങ്ങ് 1 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിച്ചോളൂ.
എനിക്കൊരു മിനിറ്റ് സമയം തരണം. നോക്കൂ, എല്ലാം ഉറപ്പുവരുത്താൻ ഒരു കാരണവശാലും ഗവൺമെന്റിന് കഴിയില്ല. ജലദോഷം ഉണ്ടാകും, ഉറപ്പാണ്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകും, ഉറപ്പാണ്. കൃഷിക്ക് ദോഷം ചെയ്യും, ഉറപ്പാണ്. ഇതിലൊന്നും ഒരു ഉറപ്പും ഗവൺമെന്റിന് തരാൻ കഴിയില്ല. ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. ഇതിനടുത്ത് ഒരു കോളേജാ വരുന്നത്. ആ കോളേജിന് ഇത് ദോഷം ചെയ്യും. 1 കിലോമീറ്റർ ഞങ്ങളുടെ പഞ്ചായത്തിൽ അപ്രൂവൽ മാത്രമാണ്, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഞങ്ങളുടെ മാത്രമാണ്. പഞ്ചായത്തിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഹാജരാക്കാതെ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതല്ലേ ഈ നാട്ടിലെ നിയമം. ശരി അരുൺ, 11 സമയത്തിന്റെ പരിമിതിയുള്ളത് കൊണ്ടാണ് രേവതി. നമുക്കിനി വരും ദിവസങ്ങളിൽ ഈ ചർച്ച വരുന്ന ഘട്ടത്തിൽ ഈ ചർച്ചയ്ക്ക് എടുക്കാം. രേവതി പറഞ്ഞ വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്. സ്കൂളുകളും ഓക്കെ, അതിനുള്ള ഒരേ ഒരു മറുപടി അരുൺ പറയുന്നത് സർക്കാരിന്റെ സംവിധാനം 3 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അനുസരിച്ച് കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. രേവതിയുടെ ആശങ്കകൾ അസ്ഥാനത്തല്ല. പക്ഷേ നമ്മൾ മുൻവിധിയോടുകൂടി സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രേവതി പറഞ്ഞ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണം ഈ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രവും താങ്കളുടെ ഉദാഹരണവും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും സർക്കാർ ആശങ്ക പരിഹരിക്കേണ്ടതാണ്, നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതാണ്. അങ്ങനെ ചർച്ച നടത്തി ഈ വിശ്വാസത്തിലെടുത്ത് ആ പദ്ധതി ജലചൂഷണവും മാലിന്യവും ഉറപ്പ് വരുത്തുന്നില്ലെന്നുണ്ടെങ്കിൽ ആ കമ്പനി അവിടെ പ്രവർത്തിക്കട്ടെ. അത് സർക്കാരിൻ്റെ മദ്യനയം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ മുൻവിധികളോടുകൂടി സമീപിക്കണമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. താങ്ക് യു രേവതി ബാബു. Debate with Dr. Arun Kumar.